പാഠം 731 അതിഥി ദേവോ ഭവ. മണി 9 ആകാറായി. ഇതുവരെ ഷർട്ടുമുണ്ടും തേച്ചില്ലേ? ഒരു ദിവസം ഒരു ഷർട്ടുമുണ്ടും പോരെ. അത് ഞാനിതാ ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നാളത്തേക്കുള്ളതാ. ആ മോനട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ വിജയകുമാരി ചേച്ചി വിളിച്ചിരുന്നു. ഏത് വിജയകുമാരി ചേച്ചി? മോഹനേട്ടൻ എത്ര വിജയകുമാരി ചേച്ചി അറിയാം? മോനേട്ടാ, എന്റെ വല്യച്ഛന്റെ മോള് വിജയകുമാരി ചേച്ചി. ഓ, കാര്യം? ചേച്ചിയും ചേട്ടനും മക്കളും കൂടി അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്ന കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയെന്ന്. എന്തിന്? വെറുതെ. നമ്മളിവിടെ താമസം തുടങ്ങിയതിനു ശേഷം ഇതുവരെയായിട്ട് അവരിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. കുട്ടികൾക്ക് അവധിയുള്ള സമയം നോക്കി ഒരാഴ്ച ഇവിടെ ഒന്ന് താമസിക്കാനുള്ള പരിപാടി അവർ ആലോചിക്കണേ. അതൊന്നും ശരിയാവില്ല. എന്താണ് ശരിയാവാത്തത്? ഒന്നാമത്തെ കാര്യം, അവരുടെ ഭർത്താവ് സോമശേഖരനെ എനിക്ക് ഇഷ്ടമല്ല. അയാളൊരു വായി നോക്കിയ യാതൊരു വിവരവും ഇല്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ ഒരാഴ്ച ഇവിടെ ഒന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. മോഹനന്റെ ഇഷ്ടം നോക്കി അങ്ങനെ ഇവിടെ ആർക്കേലും വന്ന് താമസിക്കാൻ പറ്റുമോ? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു മാത്രമാണ് മോഹനേട്ടൻ എതിർപ്പില്ലാത്ത 2 വ്യക്തികൾ. അവർക്ക് എന്തായാലും വരാൻ പറ്റില്ലല്ലോ. എന്റെ മോഹനേട്ടാ, ഒരു വീടാവുമ്പോ ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ വന്നു നിൽക്കില്ലേ? അതൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിജയകുമാരി ചേച്ചിയും കുടുംബവും പെട്ടിയും കിടക്കെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ അവർ തിരിച്ചു പോകുന്നത് വരെ ഞാൻ വല്ല ലോഡ്ജിൽ. ആമേ, നമ്മൾ രണ്ടുപേരും കൂടി മനസമാധാനത്തോടെ കഴിയുന്ന ഈ വീട്ടിലേക്ക് പുറത്ത് നിന്ന് ആരും വരാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ സന്തോഷം പോയില്ലേ? സത്യം. നീ ഈ ഷർട്ടൊക്കെ കൊണ്ട് തേച്ച് നോക്കി. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ഇനിയും വിജയകുമാരി ചേച്ചി വിളിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞേക്ക്. ഹലോ. മോനകൃഷ്ണ, ഇത് ഞാനാ, കേശവമാവൻ. ആഹാ, കേശവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എത്ര നാളായി ഒന്ന് ഫോൺ ചെയ്തിട്ട് പോലും. പട്ടാളത്ത് വന്നിട്ട് 3-4 മാസമായില്ലേ? ഇതുവരെ എന്നെ കാണാൻ പോലും വന്നില്ലല്ലോ. നിന്റെ പരാതി ഇന്ന് തീർത്തിട്ട് എന്നെ കാര്യം. ഇന്ന് ഉച്ച കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വരും. ഇന്നോ? അതെ, 10 മണി കഴിയുമ്പോ ഇവിടുന്ന് ഒരു ബസ്സുണ്ട്. അത് കയറിയ 3 മണിയാകുമ്പോ ഞാൻ അവിടെ എത്തും. അമ്മ കാര്യമായിട്ട് പറയുന്നതാണോ? അതേന്ന്. അപ്പൊ വൈകിട്ട് കാണാം. ശരി ശരി ശരി. ഈശ്വര, ഭാമ ഇതറിഞ്ഞാൽ ഉടക്കിടും എന്നുള്ളത് ഉറപ്പാ. എന്താ ചെയ്യുക? പ്രശ്നമാകൂ. നീ പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, നീ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അല്ല, ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുന്നൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ വിജയകുമാരി ചേച്ചിയും കുടുംബവും എന്നാ വരുന്നെന്ന് പറഞ്ഞത്? തീയതിയൊന്നും പറഞ്ഞില്ല. അടുത്ത ആഴ്ച മറ്റേ വരുമായിരിക്കും. അത് വേണ്ട. അല്ല, അത് വേണ്ട, അടുത്ത മാസം വരാൻ പറയും. അതെന്താ അങ്ങനെ? അല്ല, അടുത്ത മാസം ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സൗകര്യമാവും. എവിടെങ്കിൽ 1-2 ദിവസം ലീവ് എടുക്കാം. ഈ മാസം നടക്കില്ല. അടുത്ത മാസം അവിടെ പറയാൻ പറഞ്ഞു. ഇതെന്താണ് പെട്ടെന്നൊരു മനമാറ്റം? ഞാൻ ആലോചിച്ചപ്പോ നിന്റെ ഭാഗത്താ ശരി. ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ വന്നാലേ ഒരു രസമുള്ളൂ. നിന്റെ ഏതെങ്കിലും ബന്ധുക്കളോ എന്റെ ഏതെങ്കിലും ബന്ധുക്കളോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. എന്റെ കേശവമാരെന്ന് കണ്ടിട്ടില്ലേ? നമ്മുടെ കല്യാണത്തിന് കണ്ടതാ. അമ്മ പട്ടാളത്തിലല്ലേ? ഞാൻ തേച്ചോളാം. അല്ല, പട്ടാളത്തിനൊക്കെ വിരമിച്ചല്ലോ. കഴിഞ്ഞ 4-5 മാസമായിട്ട് അമ്മാവൻ നാട്ടിൽ തന്നെ ഉണ്ട്. എനിക്കാണെങ്കിൽ അമ്മാവനെ കാണാൻ ഭയങ്കര കൊതിയാവുന്നു. അമ്മാവൻ ഇങ്ങോട്ട് വിളിച്ചാലോ? എന്ത് പറ്റി? നിന്നിപ്പിൽ അമ്മാവനോടൊരു സ്നേഹം?
അല്ല, നീ വിജയകുമാരി ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് എന്റെ കേശവമാവൻ ഓർമ്മ വന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അമ്മാവനൊന്ന് കാണണമെന്ന് തോന്നി. ഇപ്പൊ അമ്മാവനൊന്ന് വിളിച്ചു നോക്കിയാലോ? വെറുതേക്കാണെങ്കിൽ ഇന്ന് എന്റെ അമ്മാവിങ് വന്നോളും. ഇന്ന് തന്നെ? അല്ല, ഒരു കാര്യം തീരുമാനിച്ചവരെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇന്ന് വൈകിട്ട് 3 മണിയാകുമ്പോ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അമ്മാവനോട് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു നോക്കാം. എന്തേ ഇതെന്താണ് 3 മണിക്കൊരു പ്രത്യേകത? അങ്ങനൊന്നുമില്ല. നാട്ടില് 10 മണിക്ക് പുറപ്പെടുന്ന ബസ് 3 മണിക്കാണല്ലോ ഇവിടെ എത്തുന്നത്. ഞാൻ അമ്മാവൻ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കാം. നീ തുണിയൊക്കെ തേച്ചോ, ഞാൻ അമ്മാവനൊന്ന് വേഗം വിളിക്കട്ടെ. ഇതെന്ത് സുഖടാണോ എന്തോ. എന്നോട് അവളുടെ കളി. ഇന്ന് കേശവമാ വന്നിട്ട് 4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകുമല്ലോ. അതുവരെ മാമ ഇങ്ങനെ സന്തോഷിപ്പിച്ചിരുത്തണം. ഹലോ, കേശവമാവനല്ലേ? അമ്മാവ, ഞാൻ കെ മോഹനേഷനാണ്. വേറെ വിശേഷമൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് അമ്മാവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അമ്മാവനൊന്ന് ഇവിടെ വരെ വരാൻ കഴിയുമോ? അതെയോ? എനിക്ക് ഒരു 10 പോലുള്ള ബസ് കയറിയാൽ മതി. കൃത്യം 3 മണിയാകുമ്പോ കൃത്യം 3 മണിയാകുമ്പോ ഇവിടെ എത്താൻ പറ്റും. ഞാന് ഉത്തമൻ എന്നൊരു തൊപ്പിക്കാരന്റെ ബസ് സ്റ്റോപ്പിലേക്ക് പറഞ്ഞു വിടാം. ഭാമയും എപ്പോഴും അമ്മാവനെ പറ്റി പറയും. ഞങ്ങളുടെ കല്യാണത്തിന് കണ്ടതല്ലേ അമ്മാവനെ. കുറച്ചുമ്പോ അവള് പറഞ്ഞു, അമ്മാവനെ കാണണം, അമ്മാവനെ കാണണം, അമ്മാവനെ കാണണമെന്ന്. അത് ശരി 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 വൈകിട്ട് കാണാം അമ്മാവ. അമ്മാവന് ഇതിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണല്ലോ. സത്യത്തിൽ ഭാമയൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കായിരുന്നു എന്നാണ് അമ്മാവനും പറയുന്നത്. സാധാരണ ഒരൊറ്റ പെണ്ണുങ്ങൾ അമ്മാവന് ഇഷ്ടമില്ലാത്ത സ്ത്രീ എന്ന് കേട്ടാലേ ദേഷ്യ. അതുകൊണ്ടല്ലേ അമ്മാവൻ കല്യാണം പോലും കഴിക്കാത്തത്. അതെന്താണ് സ്ത്രീകളുടെ പ്രത്യേക ദേഷ്യം? അമ്മാവൻ ചെറുപ്പത്തിൽ ചങ്ങമ്പുഴയുടെ രമണൻ വായിച്ചു. അതിലെ രമണനെ ചന്ദ്രിക ചതിച്ച ഭാഗം വായിച്ചതോടെ അമ്മാവന്റെ മനസ്സിൽ സ്ത്രീകളോടുള്ള ശത്രുത തിളച്ചു പൊങ്ങി. അങ്ങനെ ഇരിക്കെ അമ്മാവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു. ആ തീരുമാനം അറിഞ്ഞതോടെ സ്ത്രീ വിരോധിയായ അമ്മാവൻ ഒളിച്ചോടി പട്ടാളത്തിൽ ചേർന്നു. അത്രയും സ്ത്രീ വിരോധമുള്ള കേശവമ്മാവനാണ് നിന്നെ പറ്റി നല്ലത് പറഞ്ഞിരിക്കുന്നത്. ഭാമേ, നിന്റെ ഭാഗ്യം. വക്കീലേ, ഉത്തമനാണല്ലോ. എന്റെ അടുത്താ കളി. കേശവമാവൻ പോയി കഴിയുമ്പോ എന്റെ നിറം മറന്ന് കണ്ടോ ഭാമേ? അയ്യോ. നമസ്കാരമുണ്ട് വക്കീലേ. ആ പുരുഷോത്തമന്റെ അതിർത്തി തർക്കേ വീണ്ടും വഷളായി വക്കീലേ. പുരുഷോത്തമനും രാജേന്ദ്രനും തമ്മിൽ ഇന്നലെ ഭയങ്കര വഴക്കായി. ഇനി കേസ് കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് പുരുഷോത്തമൻ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ വക്കീലേ? ഇന്ന് ഞാൻ ലീവാണല്ലോ ഉത്തമ. നാളെ രാവിലെ വക്കീലാഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി പുരുഷോത്തമനോട്. ഓ ശരി 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 ശരി. സാറില്ലേ ഇവിടെ? സാറിന്റെ ഒരു അമ്മാവനുണ്ട്. നേരെയുള്ള അമ്മാവനൊന്നുമല്ല, ഭാഗ്യയിലൊരു അമ്മാവൻ. കേശവമ്മാവൻ എന്നാണ് പേര്. പട്ടാളത്തിലായിരുന്നു. പുള്ളി ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ അത് ശരി. സാധാരണ ബന്ധുക്കളെ ഒന്നും വീട്ടിൽ കയറ്റാത്തത് മോഹനേട്ടനല്ലേ. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നെന്ന് കേട്ടാൽ വീട് കൂട്ടി പോകുന്ന കക്ഷിയാണ്. ഇപ്പൊ അങ്ങോട്ട് വിളിച്ചാണ് അമ്മാവൻ ക്ഷണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഉത്തമ, അടുത്ത മാസം എന്റെ വല്യച്ഛന്റെ മോളെയും കുടുംബത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. വില്ലേജ് എന്ത് പറ്റിയോ എന്തോ. നമസ്കാരമുണ്ട്. ഉത്തമൻ വന്നത് നന്നായി. എന്റെ അമ്മാവൻ ഇന്ന് വരുന്നുണ്ട്. 3 മണിക്കുള്ള ബസ്സിന് ബസ് സ്റ്റാൻഡിൽ വരും. ഉത്തമനോടെ പോയി ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം. ഓ അതിനത് സാറേ, വരാം. അല്ല, ഇന്ന് സാറിന്റെ അമ്മാവൻ വരുന്നു. അടുത്ത ആഴ്ച വക്കീലിന്റെ ചേച്ചി വരുന്നു. സാറിന് ഇത് സാറേ എന്ത് പറ്റി? ഉത്തമനോടായോണ്ട് പറയാം. അമ്മാവനെ ഞാൻ അങ്ങോട്ട് വിളിച്ചൊന്നുമല്ല, അമ്മാവൻ ഇങ്ങോട്ട് വിളിച്ചതാ. അത് പറയുമ്പോ ഭാമ ഉടക്കിട്ടാലൊന്ന് പേടിച്ചാ അവരുടെ വിജയമര്യ വരാൻ ഞാൻ പറഞ്ഞത്. അമ്മാവൻ പോയി കഴിയുമ്പോ ഞാൻ കാല് മാറില്ലേ ഉത്തമ. അവളുടെ വിജയകുമാരി ചേച്ചി വന്നത് ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഭയങ്കര ബുദ്ധിയാണെന്ന്. പക്ഷേ ഒരു ബുദ്ധിയില്ല. അവരൊക്കെ എത്ര നമ്മൾ പറ്റിച്ചാലും മനസ്സിലാവില്ല. പ്രഹ്ലാദൻ ചേട്ടന്റെ അടവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി പ്രഫേ. ഞാൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും എന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടുമെന്ന് കരുതണ്ടാന്ന്. ഈ ആണുങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറവാണെന്ന്.
ഇനിയുള്ള കാലത്ത് ആണുങ്ങളുടെ ഒരു വേഷം കെട്ട് നടക്കാൻ പോണില്ല, അല്ലേ കാഞ്ഞിന് സാറേ? പിന്നെ അല്ലാതെ പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ പാവമായിരുന്നു. വിവരോ വിദ്യാഭ്യാസോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെ പറ്റിക്കാലോ. പക്ഷെ കാലം മാറിയില്ലേ, അത് ആണുങ്ങൾക്ക് അറിയില്ല. കുറച്ചേരം ആയല്ലോ രണ്ടുപേരും കൂടെ ആണുങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. എന്താ കാഞ്ചന സാറേ സംഭവം? അതെ, എനിക്ക് സഹകരണ ബാങ്കിൽ ചിട്ടി കിട്ടിയ കാര്യം പ്രഹ്ലാദൻ ചേട്ടൻ അറിഞ്ഞു. ഞാനാണെങ്കിൽ ആ കാശെടുത്ത് 2 പവന്റെ സ്വർണം വാങ്ങാലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവം അറിഞ്ഞതോടെ പ്രഹ്ലാദൻ ചേട്ടന് ആ കാശ് വേണം. ചോദിച്ചാ ഞാൻ കൊടുക്കില്ല എന്ന് അറിയാന്നുള്ളത് കൊണ്ട് കാലത്തെ വേഷം കെട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുക. എന്ത് വേഷം കെട്ട്? ഞാൻ പറയാം ശിശുപാല ചേട്ടാ, പ്രഹ്ലാദ സാറിന് പൈസ വേണം, ചോദിച്ചാ കിട്ടില്ല. അതിന് കണ്ടുപിടിച്ച വഴി എന്താണെന്നറിയൂ? പ്രഹ്ലാദൻ ചേട്ടന്റെ ഒരു അടുത്ത സുഹൃത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ചികിത്സയ്ക്ക് കാശില്ലാതെ വിഷമിക്കുകയാണെന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞു. കഥ കേട്ട് മനസ്സലിഞ്ഞ് കാഞ്ചന സാറ് പൈസ കൊടുക്കുമെന്നാണ് കരുതിയത്. പക്ഷെ കാഞ്ചന സാർ ആരാ? മോള്. പ്രഹ്ലാദ സാർ അറിയാതെ കൂട്ടുകാരന്റെ നമ്പർ എടുത്ത് അയാളുടെ ഭാര്യയെ വിളിച്ചു. അതോടെ കഥ മുഴുവൻ കള്ളമാണെന്ന് മനസ്സിലായി. പെണ്ണുങ്ങളെ പണ്ട് പറ്റിച്ചിരുന്നത് പോലെ ഇനി പറ്റിക്കാൻ പറ്റില്ല എന്ന് പ്രഭയോട് ഞാൻ പറയായിരുന്നു. അതെ, ശിശുപാലൻ ചേട്ടൻ കൂടെ അറിയാന് ഞാനിത് പറഞ്ഞത്. ഭാര്യയുടെ അടുത്ത് വേഷം കിട്ടുമ്പോ സൂക്ഷിക്കുന്നത് നല്ലതാ. എന്താ ചർച്ച? നമസ്കാരം സാർ. നമസ്കാരം. കാഞ്ചന സാറും പ്രൊഫസറും പറയായിരുന്നു പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റിച്ചതുപോലെ ഇനി അങ്ങോട്ട് നടക്കില്ല എന്ന്. അല്ല, പ്രഹ്ലാദൻ സാറുമായിട്ട് കാഞ്ചന സാർ എന്തോ വഴക്കുണ്ടാക്കിയിരിക്കുന്നു. പണ്ടൊക്കെ എന്നെ പറ്റിക്കാൻ പ്രഹ്ലാദൻ ചേട്ടനെ പറ്റുമായിരുന്നു. പക്ഷെ പണ്ട് ചക്ക വീണപ്പോ ഒരു മൊയില് ചത്തൂന്ന് കരുതി എപ്പോഴും ചക്ക വീണ മൊയില് ചാവോ അല്ലേ സാറേ? ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ വിചാരിച്ചാൽ ഭാര്യമാരെ പറ്റിക്കാൻ ഇപ്പോഴും പ്രയാസമില്ല. കാരണം ഏത് കണക്കിന് നോക്കിയാലും സ്ത്രീകളെക്കാൾ ബുദ്ധി പുരുഷന്മാർക്കാണ്. മുയലിന് ബുദ്ധിയില്ലാത്തടത്തോളം കാലം ഏത് ചക്ക വീണാലും മുയല് ചാകും. എന്റെ വീട്ടിൽ ഇന്ന് വൈകിട്ട് ഒരു ചക്ക വീഴും, മുയല് ചാവുകയും ചെയ്യും. അതെന്താ ശിശുപാലൻ ചേട്ടാ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നും മനസ്സിലായില്ല. അമ്മാവൻ എത്തിയോ? കൃത്യസമയത്ത് തന്നെയാണല്ലോ. അത് പിന്നെ എന്തോന്ന് വർത്താനം വക്കീലേ, മോഹനൻ സാറിനല്ലേ അമ്മാവായി ഒരു സമയം പറഞ്ഞതായിരിക്കും. സത്യഭാമയെ ഞാൻ കല്യാണത്തിനെന്ന് കണ്ടതാ, അതിനുശേഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അമ്മാവന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അമ്മാവൻ വാ, ഞാൻ ചായ എടുക്കാം. അത് മാത്രമല്ല, അമ്മാവൻ എത്തി ഉടനെ തന്നെ മോഹനേട്ടനെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരൂ. ശരി 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 സാർ. അയ്യോ അമ്മാവൻ. നമസ്കാരം സാറേ. ഇന്ന് സാർ നേരത്തെ ഇറങ്ങിയ? നേരത്തെ ഇറങ്ങിയില്ല, ഇറങ്ങിയിട്ട് കുറച്ച് വേഗത്തിൽ നടന്നു. അമ്മാവനത്തെ കാര്യം ഭാമ വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അമ്മാവൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളിനെ മനസ്സിലായി. ഒരു പട്ടാളക്കാരന്റെ എടുപ്പും ഭാവവും ഗാംഭീര്യവും ഒക്കെ. നേരെ ചെന്നിട്ട് ഞാൻ ഒറ്റ ചോദ്യം, എന്താ കെ മോഹനൻ സാറിന്റെ അമ്മാവനല്ലേ എന്ന്. അമ്മാവൻ പറഞ്ഞു അതെ. ഉത്തമനാണ് അമ്മാവനെ വീട് വരെ കൊണ്ടുവിട്ടതെന്ന് ഭാമ വിളിച്ചു പറഞ്ഞായിരുന്നു. അമ്മാവൻ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? പിന്നെ കണ്ട ഇപ്പോഴൊരു 40 വയസ്സേ പറയൂ. ആള് സംസാരിക്കുന്ന കേൾക്കാനാണെങ്കിലോ പരമ രസവും. സത്യത്തിൽ കുറച്ചു ദിവസത്തേക്ക് സാറിന്റെ വീട്ടിൽ ഇപ്പൊ ആകെ ചിരിയും കളിയും ഒക്കെ ആയിരിക്കും അല്ലേ? അമ്മാവൻ പണ്ടേ അങ്ങനെയാ, ഭയങ്കര തമാശക്കാരനാ. അതെ 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 അതെ. അങ്ങനെ ഒരു തമാശയുടെ പേരിലാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്.
എന്താ? അപ്പൊ അമ്മാവൻ സാറിനോട് കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ ഉത്തമ? ഈ അമ്മാവൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ് നാട്ടിലെത്തിയിട്ട് 4-5 മാസം ആയല്ലോ. അങ്ങനെ നാട്ടിൽ ചുറ്റിത്തിരിയുമ്പോ ഒരു ചെറിയ അബദ്ധത്തിൽ ചെന്ന് ചാടി. നാട്ടിൽ ഏതോ ഒരു ചായക്കടയിൽ സ്ഥിരമായി ചായ കുടിക്കാൻ പോകുമായിരുന്നു ഈ അമ്മാവൻ. അതാണോ? ആ ചായക്കടയിൽ ജോലി ചെയ്യുന്ന പെണ്ണ് അമ്മാവനെ കാണുമ്പോ ചിരിയും കളിയൊക്കെ അങ്ങ് തുടങ്ങി. അമ്മാവന് സംഗതി മോശമാക്കിയില്ല. കണ്ണിറുക്കലായി, ചിരിയായി, കളിയായി, വർത്തമാനം വരെയായി. എന്തായാലും ഇന്നലെ ആ പെണ്ണിന്റെ കെട്ടിയോരും ഒരു 3-4 ഗുണ്ടകളും കൂടി അമ്മാവനെ അന്വേഷിച്ച് വീട്ടിലോട്ട് ചെന്നു. സംഗതി ഗുലുമാല എന്ന് മനസ്സിലായപ്പോ അമ്മാവനങ്ങ് മുങ്ങി. തൽക്കാലത്തേക്ക് ഒളിച്ച് താമസിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അമ്മാവൻ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ സാറിന്റെ അമ്മാവൻ തന്നെയാണ്. അമ്മാവൻ കള്ളം പറയില്ലല്ലോ. പറയോ? സാറേ, അമ്മാവനൊക്കെ ആണെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സാറേ. ഈ നാട്ടിൽ വല്ല കുസൃതി ഒപ്പിച്ചാലേ കെ മോരന്റെ സാറിന്റെ മാനം പോകൂലേ. ഒലിവാലാവോ? സത്യം പറയാലോ വിശാലം, അവിടെ നിങ്ങോട്ട് പോരണോ ഞാൻ ഒട്ടും ആലോചിച്ചിട്ടില്ല. പക്ഷേ നാട്ടിൽ നിന്ന് അടി കിട്ടുമെന്ന് ഉറപ്പായ മുങ്ങിയല്ല പിന്നെ എന്താ ചെയ്യാ? അയ്യോ, അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്ന. ആ പെണ്ണുമായി നീ വിചാരിക്കുന്ന പോലെ യാതൊരു ബന്ധവുമില്ല വിശാലം. ദേ, ഈ ജന്മത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയാ, നീ മാത്രം. നിന്നെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് കഴിയാൻ പറ്റില്ല വിശാലം. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത്. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ആദ്യത്തെ ശുഭമുഹൂർത്തത്തിൽ നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കും. ഇത് സത്യം, സത്യം, സത്യം. ശരി. ഓ ഈശ്വര, വിശാലത്തിന് സംശയമൊന്നുമില്ല. മേരിക്കുട്ടി, ഇത് ഞാനാ, കേശവൻ. ഞാനിപ്പോ കാന്തല്ലൂർന്ന സ്ഥലത്താ. എന്റെ മരുമോൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. അതെ, കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. വേറെ വഴിയില്ലാത്തോണ്ടല്ലടാ. അങ്ങനെ പറയലടാ മേരി. നീ ഇല്ലാത്ത നിമിഷത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഐ ലവ് യു ഉമ്മ 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 ഉമ്മ. നാളെ വിളിക്കാമേ. എന്താ അമ്മാവന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നാട്ടിൽ സംഭവിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു പെണ്ണ് കേസിൽപ്പെട്ട് അമ്മാവൻ നാട് വിട്ടു വന്നാണല്ലേ? അങ്ങനെ നാട് വിട്ടെന്ന് പറയാൻ പറ്റില്ല, മാറി നിന്നോന്ന് പറയാം. അമ്മാവൻ ഭയങ്കര സ്ത്രീ വിദ്വേഷിയാണ്, മാനിനാണെന്നൊക്കെയാണ് ഞാൻ ഭാമയോട് പറഞ്ഞിരിക്കുന്നത്. അമ്മാവന്റെ ശരിക്കുള്ള കയ്യിരിപ്പ് ഭാമ അറിഞ്ഞ എന്റെ മാനം പോയില്ലേ? എന്റെ മോഹനകൃഷ്ണ, ഇതാ ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നീ വെറും കുട്ടിയാണെന്ന്. എടാ, നമ്മൾ ആണുങ്ങൾ വീടിന് പുറത്ത് പല ചുറ്റിക്കളികളും കാണിക്കും. പക്ഷെ അതൊന്നും വീട്ടിനകത്തിരിക്കുന്ന പെണ്ണുങ്ങൾ അറിയാതെ നോക്കണം. ഞാൻ അങ്ങനെയല്ല. ഭാമ അല്ലാതെ ഒറ്റ പെണ്ണിന്റെ മുഖത്തോലി ഞാൻ നോക്കില്ല. നീ എന്തിനാണ് ആണാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? നീയൊക്കെ പോയിട്ട് ആത്മഹത്യ. മോനെ മോഹനകൃഷ്ണ, 10 പെണ്ണിനെങ്കിലും പ്രേമിക്കാത്തവനെ ഞാൻ ആണായിട്ട് കൂട്ടിയിട്ടില്ല. എടാ, നീ എന്നെ കണ്ടുപിടിക്ക്. ആഹാ, മോഹനേട്ടൻ വന്നോ? ഇതെപ്പോ എത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനും അമ്മാവൻ തമ്മിൽ ഓരോ വിഷയങ്ങൾ പറയായിരുന്നു. എത്ര നാളായി ഞങ്ങൾ കണ്ടിട്ട്. അമ്മാവൻ ഇതിനിടയിൽ ഇത്രയ്ക്ക് മാറിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അതെന്തായാലും ശരിയാ. മോഹനേട്ടനെ പോലെ ഒന്നുമല്ല അമ്മാവൻ. ഭയങ്കര ജോളിയായിട്ടിരിക്കണം അമ്മാവന്. അതെ അതെ, ഇങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലും നാളെ രാവിലെ അമ്മാവൻ തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം.
മറ്റന്നാൾ പോയാൽ മതി ഞാൻ പറഞ്ഞിട്ട് അമ്മാവൻ കേൾക്കുന്നില്ല. അമ്മാവൻ ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഇപ്പൊ തീരുമാനം മാറ്റിയോ? അതെന്തായാലും പറ്റില്ല. ഒരാഴ്ച കഴിയാതെ ഞാൻ അമ്മാവനെ പറഞ്ഞു വിടുകയില്ല. സത്യഭാമ പറഞ്ഞാ പിന്നെ എനിക്കെതിരില്ല. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആരാണ്? അയ്യോ, ഒരു അത്യാവശ്യ കോള. നിങ്ങൾ സംസാരിക്കേ, ഞാനിപ്പോ വരാം. ഭയങ്കര തമാശക്കാരനാട്ടോ അമ്മാവൻ. വന്ന് കേറിയപ്പോ മുതൽ ചിരിയും കളിയും തമാശയും. എനിക്ക് എന്തായാലും കേശവമാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ തോന്നി അമ്മാവൻ ഇങ്ങനെ ഒരുപാട് ദിവസം ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമുള്ളതാ നല്ലത്. മോഹനേട്ടൻ എന്താണ് ഈ പറയണത്? അല്ല, ഈ അമ്മാവനോടുള്ളപ്പോ നമുക്ക് ചിരിക്കാനും കളിക്കാനും തമാശ പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മുടെ സ്വകാര്യത പോയില്ലേ? ഒരു കുഴപ്പമില്ല. എന്തായാലും ഒരാഴ്ച കഴിയാതെ ഞാൻ അമ്മാവനോടാൻ പോകുന്നില്ല. മോഹനേട്ടന് എന്തെല്ലാം പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവാൻ പോണില്ല. പക്ഷേ ഒരു പക്ഷെ ഇല്ല മോഹനേട്ടാ. ഒരാഴ്ച അമ്മാവൻ ഇവിടെ തന്നെ നിൽക്കും. ഒരാഴ്ച അമ്മ ഇവിടെ നമ്മൾ നാട് വിടേണ്ടി വരും. എന്ത്? അല്ല, ഒരാഴ്ച അമ്മ ഇവിടെ തന്നെ എന്നാ നാട് വിട്ടുകയാണെന്ന് അവിടെ ഉള്ളവർ കരുതും. അതെങ്ങനെയാ? അല്ല, അമ്മാവൻ എങ്ങോട്ടാ പോകുന്നെന്ന് അവിടെ എല്ലാവർക്കും അറിയാമോ? അല്ല, അമ്മാവൻ വന്നപ്പോ തന്നെ കൊറേ കോള് വന്നു. എല്ലാവരുടെ അമ്മാവൻ പറയുന്നത് ഇവിടെയാണെന്ന്. അതെല്ലേ? അത് വളരെ നന്നായി. ഭാര്യയുടെ മുമ്പിൽ പരമയോഗ്യനാവാൻ കണ്ടുപിടിച്ച മറ്റൊരു മാർഗം കൂടി മോഹനകൃഷ്ണന് കുരിശാവുന്നതാണ് ഇപ്പോൾ കണ്ടത്. കേശവൻ അമ്മാവൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്ന പ്രതിസന്ധികൾ ഓരോന്നായി നേരിടാൻ വില്ലേജ് ഓഫീസർക്കാവട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.